ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ഏപ്രിൽ മാസം 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. അത് കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഒരു ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയയ്ക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിനുമൊക്കെ വളരെ നല്ല ഉത്തമമായ ദിവസമാണ്. അത് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് ഷഷ്ടിവ്രതം. മുരുകൻ കോവിലുകളിൽ ദർശനം നടത്തുന്നതും ഷഷ്ടിവ്രതം എടുക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. 23-ാം തീയതിയാണ് 10-ാം ഉദയം ആഘോഷിക്കുന്നത്. പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ കുംഭകുട ഘോഷയാത്രകൾ ഒക്കെ ഉണ്ടായിരിക്കും. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് വാരഫലം പറയുന്നത്. മേടം രാശിയിൽ ആദിത്യനും ശുക്രനും, അതുപോലെ തന്നെ ഇടവത്തിൽ മിഥുനത്തിൽ വ്യാഴവും, കേതു ചിങ്ങൻ രാശിയിലും കുംഭത്തിൽ രാഹു, മീനം രാശിയിൽ ശനിയും ബുധനും ചൊവ്വായും നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു രാശിയുടെ ഘടനയാണ് നോക്കുന്നത്. പക്ഷപരം കുറഞ്ഞ്, അതായത് വർദ്ധിച്ച് വരുന്നതേ ഉള്ളൂ ചന്ദ്രൻ. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരു മനോബല കുറവ് സൂചകമാണ് ഈ ആഴ്ച. അത് പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും സൂചകമാണ്. ചില കാര്യങ്ങൾക്കെങ്കിലും മനസ്സ് നെഗറ്റീവായി പോകാതെ ശ്രദ്ധിക്കണം. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയിൽ അവിടെ പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ ധനസ്ഥാനാധിപനും ഉണ്ട്. അപ്പോൾ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക വഴി നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയുണ്ടാകുകയും അത് മുഖാന്തരം അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം സഹായിക്കുന്നതിനും അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ വിജയം വരിക്കുവാനൊക്കെ സാധിക്കും. സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. അത് പല രീതിയിലാണ്. പ്രായമായ മക്കളൊക്കെ ഉള്ളവർക്ക്, ദൂരദേശത്തൊക്കെ ജോലിക്ക് പോയിരിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പല കാരണങ്ങളാൽ മക്കളെ കൊണ്ട് അല്ലെ സന്താനങ്ങളെ കൊണ്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായി, തൊഴിൽപരമായ വിജയങ്ങളും വന്നിച്ചു. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോകുന്നവർക്കും തൊഴിൽ അന്വേഷിച്ച് പോകുന്നവർക്കുമൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ഭാഗ്യം കാണും. എന്നിരുന്നാലും കുടുംബത്ത് പല വിധത്തിലുള്ള അനൈക്യതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. ദമ്പതികളായിട്ടുള്ളവർ പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുമൊക്കെ ഈ ആഴ്ച യോഗവും ഭാഗ്യവും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ രാശിക്കാർക്ക് രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം നല്ല അനുഭവങ്ങൾ കൊണ്ടുതരും. ആ വ്യാഴം, അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, സമൂഹത്തിൽ
സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ വന്നു ചേരുക, ശ്രേയസ്സും യശസ്സും വന്നു ചേരുക, പ്രസിദ്ധി വന്നു ചേരുക. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. കുടുംബത്തെ പൊതുവെ സമാധാനപരമായിരിക്കും. ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് അതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ്. അഭിവൃദ്ധികൾ വന്നു ചേരും. അതായത് പ്രതിഭാ സ്ഥാനത്തേക്ക് പ്രബല ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നു. അത് വളരെ തൊഴിൽ വിജയങ്ങളും കലാപരമായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക വഴി പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാനും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത വേണം. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. വളരെയധികം ശ്രദ്ധിക്കുക. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. അതായത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ശ്രേയസ്സും യശസ്സുമൊക്കെ വന്നു ചേരുന്നതിന് വളരെ സാധ്യതയുണ്ടെങ്കിലും വളരെ ശ്രദ്ധ സംസാര കാര്യത്തിലും പ്രവൃത്തിയുടെ കാര്യത്തിലും ആവശ്യമാണ്. അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഇലക്ട്രോണിക്കൽ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ മിലിറ്ററിക്കാരെ, പോലീസ് ഓഫീസേഴ്സ് അവരൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും ഉത്തമമാണ്. കടങ്ങളൊക്കെ വീടുന്നതിന് ഭാഗ്യവും ദൈവാധീനവും ഉള്ള നല്ല അവസരങ്ങൾ കൊണ്ടുത്തരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതം ഉല്ലാസയാത്ര പോകുന്നതിനോ അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ദമ്പതികൾക്ക് വന്നു ചേരുവാൻ യോഗമുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിലും അഭിവൃദ്ധികൾ സൂചകമാണ്. തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ വന്നു ചേരുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന തൊഴിലുകൾ അത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഉയർന്നു വന്ന് ധനലാഭം വർദ്ധിച്ച് തുടങ്ങുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. മുൻപോട്ട് അങ്ങനെ വർദ്ധിച്ച് വരുന്നതിനൊക്കെ സൂചനയുണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒന്നുപോലെ ഉള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധ വേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠയും ദിനചര്യയുടെ കാര്യത്തിലും കൃത്യനിഷ്ഠ വളരെ അത്യാവശ്യമായിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ശത്രുക്കൾ കിംവദന്തികൾ പരത്തുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരുമായിട്ടും കൊള്ളുകയറാത്ത ആൾക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക. വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണം. സുഹൃത്തുക്കൾ മുഖാന്തരമോ മക്കൾ മുഖാന്തരമോ ഒക്കെ അധിക ധനം പാഴായി പോകാനൊക്കെ സൂചനയുള്ളതിനാൽ അത് വളരെ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധ അനിവാര്യമാണ്. കുടുംബത്തെ പൊതുവെ സന്തോഷം ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തന്നെ മനക്ലേശം സൂചകമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നീട് വിചാരിച്ചിട്ട് കാര്യമില്ല. പൊട്ടിത്തെറിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് പിണങ്ങിപ്പോയിട്ട് കാര്യമില്ല. വരാനിരിക്കുന്ന നല്ല ഒരു കാലം വരാൻ പോകുന്നു ഈ രാശിക്കാർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ. അപ്പോൾ ഇപ്പോഴേ പിണങ്ങി മാറി ശത്രുക്കളാകാതെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ട് ഉള്ളവർ. ഇത് വീണ്ടും പറയുന്നത് ധാരാളം ആൾക്കാർ ഈ രാശിക്കാരായിരിക്കുന്നവർ ദമ്പതികളായിട്ടുള്ളവർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ധന ആഗമന യോഗമുണ്ടാകും. തൊഴിൽ രംഗത്ത് സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനും യോഗം. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും
അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1-2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. പ്രസംഗകലയിലും സംഗീതത്തിലും ഒക്കെ ഇടപെട്ട് നിൽക്കുന്നവർക്ക്, അഡ്വക്കേറ്റുമാർ, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും, അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ച് പൂർത്തിയായി ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ഒരു നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. സുഹൃത്തുക്കൾ മുഖാന്തരവും സഹോദര സ്ഥാനീയർ മുഖാന്തരവും ചില സഹായങ്ങളൊക്കെ ലഭിക്കുവാനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ കഴിവതും സംസാരമൊക്കെ നിയന്ത്രിക്കണം. വളരെ ജാഗ്രത ആവശ്യമാണ്. തൊഴിൽപരമായ അപ്രതീക്ഷിതമായ പുരോഗതികളൊക്കെ വന്നു ചേരും. ധനം കടം വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ ചില നേരികേട് ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം. പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ വളരെ ജാഗ്രത ആവശ്യമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം സമൂഹത്തിൽ ഒരു നേതൃസ്ഥാനം കിട്ടുകയും ധാരാളം ആൾക്കാരുടെ ബഹുമാനവും ബഹുമതിയും ഒക്കെ കിട്ടുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തെ പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും തൃപ്തികരമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ ആഴ്ച അനുകൂലമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാശിയുടെ അധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം പ്രതിഭാസ്ഥാനത്ത് നിൽക്കുന്നു. അത് ശനിയോട് യോഗം ചെയ്ത് ബുധനോടും യോഗം ചെയ്ത് ആയതിനാൽ സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കായിക രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാൻ യോഗമുണ്ട്. കുടുംബത്ത് പൊതുവെ അനൈക്യതകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽപരമായിട്ട് ഏതെങ്കിലും ചില ക്ലേശങ്ങളും ധനനഷ്ടങ്ങളും ഉണ്ടാകുവാനും സൂചനയുണ്ട്. തൊഴിൽ വേണ്ട എന്ന് വെക്കുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്യാൻ പാടില്ല. അത് പിന്നീട് അത്ര സുഗമമായിട്ട് ലഭിക്കണമെന്നില്ല ഉടനെ. അത് തൊഴിൽ മാറ്റം ചെയ്യുന്നവരും വളരെ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ മികച്ച ജോലിയാണ് എന്ന് കരുതി ചെന്ന് കയറുന്നിടത്ത് ചിലപ്പോൾ ഒരു സ്വസ്ഥത കിട്ടാത്ത അനുഭവമൊക്കെ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത അങ്ങനെയുള്ളവരെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുണ്ട്. വളരെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടാകുകയും വളരെ നല്ലതാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ്. അത് പുരോഗതികൾ വന്നു ചേരും. സ്ഥാനമാനങ്ങൾ തൊഴിൽ രംഗത്ത് വന്നു ചേരുന്നതിന് നല്ല ലാഭങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. കുടുംബത്ത് വളരെ നല്ല സമാധാനമുണ്ടായി. അത് ഏറ്റവും പ്രധാനമായിട്ട് ഭൂമി വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ്. സ്വന്തം പേരിലൊക്കെ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അല്ലെ കുടുംബപരമായ ഒരു ഓഹരി കിട്ടുവാൻ വിളിച്ചു തരുവാനൊക്കെ യോഗവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ഒരു നല്ല ഒരു ആഴ്ചയാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു നല്ല ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണ്ട ഒരു ആഴ്ചയാണ്. അതായത് വിക്രമസ്ഥാനത്ത് ആഗ്നേയ ഗ്രഹവും ക്ലീബാഗ്രഹവും ഒത്തുചേർന്നിരിക്കുന്നതിനാൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, അതായത് അങ്ങനെ അഗ്നിമാരുത ബന്ധം ഉണ്ട്. അപ്പോൾ പൊട്ടിത്തെറിക്കുക, തീപ്പൊള്ളലുണ്ടാകുക, ദേഷ്യം വർദ്ധിക്കുക, ശത്രുക്കൾ വർദ്ധിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും മറ്റ്
കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യുവതി യുവാക്കൾക്കും മധ്യ വയസ്കർക്കുമൊക്കെ അത് വളരെയധികം ബാധകമാണ്. അധിക സമാധാന അന്തരീക്ഷം കലുഷിതമാകാതിരിക്കുവാൻ വളരെ ജാഗ്രത ആവശ്യമാണ്. സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ ചില പിഴവുകൾ ഉണ്ടാകാം. അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അവരോട് കലഹിക്കാനായിട്ട് നിൽക്കേണ്ടതില്ല. അത് തിരുത്തി പോകുന്നത് തന്നെ ആയിരിക്കും ഒരു പരിധിവരെ തൊഴിൽ രംഗത്തും കുടുംബത്തും സമൂഹത്തിലും ഏർപ്പെടുന്ന രംഗം ഏതാണോ അവിടെ അനിവാര്യമായിരിക്കുന്ന കാലം. കടം വീടുന്നതിനൊക്കെ നല്ല ഒരു പുതിയ മാർഗം വന്നു തെളിയുവാൻ യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അത് കലാരംഗവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ യാവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ഒരു ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. പ്രതിഭാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വാക്കിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടി ആയതിനാൽ വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും. സംസാരം കൊണ്ട് മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും അതുപോലെ തന്നെ വ്യാപാര വിപണന രംഗങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടപാടുകാരുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപെട്ട് നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ സാധിക്കും. അത് തൊഴിൽ രംഗം, അത് ഏത് തൊഴിൽ രംഗം ഉള്ളവർക്കും അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. ഈ ആഴ്ച ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ഈ കുംഭം രാശിക്കാരായിരിക്കുന്നവർക്ക് PSC ടെസ്റ്റ് ആയാലും മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും സ്കോർ ചെയ്യുവാനും അത് പിന്നീട് നല്ല ഒരു ഉറച്ച ജോലി, അതായത് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ സ്ഥാനമാനങ്ങളോടുകൂടിയ നല്ല ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ വേണ്ട രീതിയിൽ ടെസ്റ്റിനൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് പെർഫോം ചെയ്ത് നല്ല വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് പിണങ്ങാതെ വളരെ ശ്രദ്ധിക്കണം. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമൊക്കെ ഉണ്ട്. കുടുംബത്തെ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ചില കടബാധ്യതകൾ വന്നുപെടാതെ ശ്രദ്ധിക്കണം. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അസമയത്തെ യാത്രകൾ ഒഴിവാക്കുക. കൂടാതെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അത് ഒഴിവാക്കിയില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. വളരെയധികം ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതിനും ഭാഗ്യമുണ്ട്. അതുപോലെ വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ ഒരു ആഴ്ചയാണ്. കൃഷികാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ്. വാക്കിൻ്റെ സ്ഥാനത്ത് ആഗ്നേയ ഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ അത് മറ്റുള്ളവരെ സംസാരം കൊണ്ട് നിയന്ത്രിക്കുന്നവർ, അധ്യാപകർ, അതുപോലെ തന്നെ പൊസിഷനിൽ ഇരിക്കുന്ന ഓഫീസേഴ്സിനൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. അധിക കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവർ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും ഒക്കെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും ദോഷങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, ജ്യോതിഷ കാര്യങ്ങൾ, ഓരോരുത്തരുടെയും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, തൊഴിൽ കാര്യമായാലും വിവാഹ കാര്യമായാലും ഗൃഹ നിർമ്മാണത്തിൻ്റെ കാര്യമായാലും കടം വീടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി അറിയുന്നതിന് ജാതകം ഗണിച്ച് നോക്കുന്നതിനൊക്കെ അവസരമുണ്ട്. നേരിട്ട് വരിക, അല്ലെങ്കിൽ താഴെ എൻ്റെ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.